ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന ആ ഒരു കടമ്പ കിടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സാമ്പത്തികം ഭദ്രമായിരിക്കണം അല്ലേ? അതുപോലെ തന്നെ കടവും സാമ്പത്തിക ദുരിതവും ഒക്കെ മാറി നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വരാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കം ചിലരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനോടെല്ലാമാണ് നമ്മുടെ മനസ്സിൽ ഭഗവാനോടും ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയോടും ഒക്കെ നമ്മൾ ദിനം പ്രതി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കടവും സാമ്പത്തിക ദുരിതവും ഒക്കെ മാറാനായിട്ട് വെറും 12 ദിവസം കൊണ്ട്, അതായത് ഏകദേശം നമുക്ക് ദീപാവലി ദിവസം മുതൽ ജപിക്കുകയാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്ന ഒരു മന്ത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രീ മഹാലക്ഷ്മിയെ ഉപാസിച്ചാൽ എല്ലാ സാമ്പത്തിക ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. സമ്പത്തിൻ്റെ അതിദേവതയാണ് ലക്ഷ്മി ദേവി. മഹാലക്ഷ്മിയെ പ്രസാദിച്ചാലേ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 12 മന്ത്രങ്ങൾ 12 ദിവസം ജപിച്ചാൽ അത് ദീപാവലി, തൃക്കാർത്തിക തുടങ്ങിയ ദിവസങ്ങളിൽ ജപം ആരംഭിക്കാൻ അതിവിശേഷമാണ്. ഇനിയിപ്പോൾ ദീപാവലിയാണ് വരുന്നത്. അന്ന് മുതൽ ഒരു 12 ദിവസം ഞാൻ ഈ പറയുന്ന 12 മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിവിശേഷമാണ്. സാധിക്കാത്തവർ ഇനി അന്നേ ദിവസം നമുക്ക് തുടങ്ങാനായിട്ട് പറ്റിയില്ല, ഈ ദീപാവലിക്കോ തൃക്കാർത്തികക്കൊന്നും തുടങ്ങാൻ പറ്റാത്തവർക്ക് വെള്ളിയാഴ്ചകളിൽ ജപം ആരംഭിക്കാൻ ഉത്തമ ദിവസമാണ്. അന്നേ ദിവസം ശുദ്ധിയും വൃത്തിയും പാലിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നെയ്വിളക്ക് കൊളുത്തി വെച്ച് അതിനു മുമ്പിലിരുന്ന് വേണം ഈ 12 മന്ത്രങ്ങൾ ജപിക്കുവാനായിട്ട്. അവിടെ ദാരിദ്ര്യശാന്തിക്കും ധനലബ്ധിക്കും ഈ ജപം വളരെയേറെ ഗുണകരമാണ്. കടം തീരുന്നതിന് ഏറ്റവും ഗുണകരമാണ്. ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ ഇതാണ്: ഓം ഖം കാത്യായന്യൈ നമഃ, ഓം മഹാലക്ഷ്മിയൈ നമഃ, ഓം കമലാവാസിനൈ നമഃ, ഓം ശ്രീ കരാംബികായൈ നമഃ, ഓം ത്രിപുരാക്ഷൈ നമഃ, ഓം യോഗദായിനൈ നമഃ, ഓം പാപാരയേ നമഃ, ഓം സമൃദ്ധിദായൈ നമഃ, ഓം മോഹിനൈ നമഃ, ഓം മേധായൈ നമഃ, ഓം സനാതനായ നമഃ, ഓം ഉഗ്രപ്രഭായൈ നമഃ. ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ 12 മന്ത്രങ്ങളും 12 ദിവസം അടുപ്പിച്ച് നമ്മൾ രാവിലെയും വൈകിട്ടും ചൊല്ലുക. രാവിലെ സാധിക്കാത്തവർ വൈകിട്ട് തീർച്ചയായിട്ടും നെയ്വിളക്ക് കൊളുത്തിയ ശേഷം മഹാലക്ഷ്മിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ അത് ഏകദേശം ഒരു വ്രതനിഷ്ഠയോടെ ഒരു 36 പ്രാവശ്യമൊക്കെ ജപിക്കുക. 2 നേരവും ജപിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഫലം ഇരട്ടി ലഭിക്കും. കുറഞ്ഞത് ഒരു 12 തവണ ജപിക്കാൻ ശ്രമിക്കുക. വ്രതനിഷ്ഠയോടെ 36 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ ഇരട്ടി ഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. അത്രയ്ക്കും ശക്തിയുള്ള 12 മന്ത്രങ്ങളാണ് ലക്ഷ്മി ദ്വാദശ മന്ത്രം എന്ന് പറയുന്ന ഈ മന്ത്രം. അത്രയ്ക്കും നമുക്ക് അനുഗ്രഹദായകമാണ്. അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് രോഗശാന്തിക്കും ധനലബ്ധിക്കുമൊക്കെ ഈ ജപം വളരെയേറെ ഗുണകരമാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്ര വലിയ കടമുണ്ടെങ്കിലും അതെല്ലാം തീരുകയും ചെയ്യും. അത് നമുക്ക് നല്ലപോലെ ശുദ്ധിയും വൃത്തിയും പാലിച്ചതിന് ശേഷം വേണം രാവിലെയും വൈകിട്ടും നെയ്വിളക്ക് കൊളുത്തി ഇത് അതിന് മുമ്പിലിരുന്ന മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ജപം ആരംഭിക്കേണ്ടതും തുടർന്ന് 12 ദിവസങ്ങൾ ഇങ്ങനെ ജപിക്കേണ്ടതും. അപ്പോൾ ഈ 12 ദിവസം 12 മന്ത്രങ്ങൾ ഒരു 36 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രയ്ക്കും ഫലദായകമാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മി ദ്വാദശ മന്ത്രം എന്ന് പറയുന്ന മന്ത്രം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.